കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപികന്മാർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ആർത്തവ സമയത്തെ അശുദ്ധി അതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇന്നും പലർക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു സബ്ജക്റ്റാണിത്. മാത്രവുമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ വളരെ രഹസ്യമായിട്ട് സംസാരിച്ചിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. ഇന്നിത് തുറന്ന വേദികളിലൊക്കെ ചർച്ചാ വിഷയമാകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലും അവൈലബിൾ ആണ്. പക്ഷേ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലരും കൺഫ്യൂസ്ഡ് ആണ് ആകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർ പറയുക ആർത്തവം അശുദ്ധമല്ല, ആ ആർത്തവ സമയത്ത് സ്ത്രീക്ക് അശുദ്ധി കൽപ്പിക്കേണ്ടതില്ല, അവൾക്ക് ക്ഷേത്രത്തിൽ പോകാം, ആർത്തവ സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ പോകാം, എന്ത് പൂജയും ചെയ്യാം എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? ആർത്തവ സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? വ്രതങ്ങൾ എടുക്കാമോ, പൂജകൾ ചെയ്യാമോ, ദേവനെ ആരാധിക്കാമോ, ക്ഷേത്രങ്ങളിൽ പോകാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു എന്താ പറയുക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനൊരു ചെറിയ ക്ലാരിറ്റി നൽകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണുക. ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കുക. ഇത് ഞാനൊരിക്കലും അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിച്ചാൽ മതി, അല്ലാത്തവർക്ക് അവരുടേതായ, കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു അടിച്ചേൽപ്പിക്കലല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ അറ്റവും മുറിയും കേട്ടിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. ഇത് ഫുൾ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ആർത്തവം എന്ന് പറയുന്നത് ഒരു ജൈവപരമായ കാര്യമാണ് അല്ലേ. പ്രത്യുൽപാദന പ്രക്രിയയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് അല്ലേ എല്ലാ മാസവും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് ആർത്തവം. അത് എന്താണെന്നുള്ളത് സയൻസും ഇതൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ആർത്തവം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ശരിക്കും നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആത്മാവ്, അതായത് ജീവൻ, നമ്മൾ ജീവൻ, പ്രാണൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ആത്മാവ്, ആ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ക്ഷേത്രങ്ങളും. അതായത് ദേവൻ്റെ ശരീരമാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റമ്പലവും ആ നാലമ്പലവും എല്ലാം ആ ദേവൻ്റെ ശരീരമാണ്. അതിനകത്ത് കുടികൊള്ളുന്ന ചൈതന്യമാണ് ദേവൻ എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ അല്ലെങ്കിൽ ജീവൻ, അത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ ശരീരം എപ്പോഴും നമ്മൾ ശുദ്ധമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആന്തരികമായി നടക്കുന്ന ആ ഒരു പ്രക്രിയകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ എന്ന സങ്കീർണമായിട്ടൊരു പ്രക്രിയ നടക്കുകയാണല്ലേ. നമ്മുടെ ഈ വായ് മുതൽ അങ്ങോട്ട് ഈ ദഹന പ്രക്രിയ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ദഹന പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ സത്ത് അല്ലേ, അതിനകത്ത് ഗുണമുള്ള കാര്യങ്ങൾ, ആ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരീരം സ്വീകരിക്കുകയും പിന്നെ ബാക്കി ഇല്ലേ ആവശ്യമില്ലാത്ത മലിനമായിട്ടുള്ള കാര്യങ്ങളെ വിസർജ്യ രൂപത്തിൽ ശരീരം പുറന്തള്ളുകയും ചെയ്യുന്നു അല്ലേ. മലമൂത്രമായിട്ട് അത് പുറന്തള്ളുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതും പോകട്ടെ, ഇനി നമ്മുടെ ഹൃദയം എന്താണ് ചെയ്യുന്നത്?
ഹൃദയം ഇങ്ങനെ ശുദ്ധരക്തത്തെ പമ്പ് ചെയ്ത് നമ്മുടെ അശുദ്ധ രക്തത്തെ പുറന്തള്ളുകയും ശുദ്ധരക്തത്തെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലേ. അത് നമ്മുടെ ഹൃദയം ചെയ്യണം. അവിടെയും ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നടക്കുന്നത്. ഇനി നമ്മുടെ ലങ്സ്, ശ്വാസകോശം, അതെന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ, ശുദ്ധമായിട്ടുള്ള ആ ഓക്സിജനെ മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതിനെ സ്വീകരിച്ചിട്ട് ആ അശുദ്ധ വായുവിനെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ അശുദ്ധ വായുവിനെ എന്ത് ചെയ്യുന്നു? അത് പുറന്തള്ളുന്നു നമ്മുടെ ഉച്ഛ്വാസവായുവായിട്ട് അല്ലേ. അപ്പം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശുദ്ധവായുവിനെ അത് സ്വീകരിക്കുക, അശുദ്ധവായുവിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ആവശ്യമായ ശുദ്ധമായ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളതിനെ വിസർജ്യമായിട്ട് പുറന്തള്ളുന്നു. ഇനി കിഡ്നി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ അരിച്ച് പുറന്തള്ളുന്നു. അപ്പം നമ്മുടെ ഈ ക്ഷേത്രമാകുന്ന ശരീരത്തിൽ നടക്കുന്നത് ഫുൾ എന്താണ്? ശുദ്ധീകരണ പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എപ്പോഴും ശുദ്ധമായിരിക്കണം. അവിടെ മലിനമായിട്ടുള്ള ഒരു കാര്യവും പാടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും അല്ലേ. ഇപ്പോൾ പുറത്തുനിന്നൊരു വൈറസ് ചെന്ന് കഴിയുമ്പോൾ ശരീരം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അതേപോലെ ശരീരത്തിൽ കറക്റ്റായിട്ട് ആ ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ ഓർഗൻസൊക്കെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പം നമ്മുടെ ശരീരമാകെ നടക്കുന്ന എന്താണ്? ശുദ്ധീകരണ പ്രക്രിയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ശരീരത്തിൻ്റെ ബാഹ്യമായ ശുദ്ധീകരണ പ്രക്രിയകൾ നമ്മൾ ചെയ്യും ഇല്ലേ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു, കണ്ണുകൾ കഴുകുന്നു ഇല്ലേ. അതേപോലെ കുളിച്ച് ശുദ്ധിയായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു. നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിലെല്ലാം പോയി കഴുകി വൃത്തിയാക്കി കൈയൊക്കെ നമ്മൾ നല്ലതുപോലെ സോപ്പിട്ട് കഴുകി. നമ്മളെപ്പോഴും ബാഹ്യമായിട്ടും നമ്മൾ ആ ശുദ്ധി എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ആത്മാവ്, ഈ ആത്മാവെന്ന് പറയുന്നത് അറിയാം എന്താണ്? പരമാത്മാ. ഞാൻ തത്വശാസ്ത്രമൊന്നും അല്ല പറയുന്നത്, നിങ്ങളിത് കേട്ട് പേടിച്ച് പോകരുത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്തിനും നമ്മൾ ശുദ്ധി അശുദ്ധി ഈ കാര്യങ്ങൾ വെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് കേട്ടിട്ട് വലിയ തത്വശാസ്ത്രമായിട്ടൊന്നും ആരും കരുതരുത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ആ ആത്മാവെന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ പ്രതീകമാണ്. പരമ പവിത്രമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ദൈവീയ സങ്കല്പം എന്ന് പറയുന്നത്. അത് നമ്മുടെ മതത്തെ മാത്രമല്ല, ഇപ്പോൾ മറ്റു മതത്തെ നോക്കിയാലും, ഇപ്പോൾ ക്രിസ്തു മതത്തിലൊക്കെ ആണെങ്കിലും അവരെങ്ങനെയാണ്? പരിശുദ്ധാത്മാവേ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അവരും അംഗീകരിക്കുകയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പരിശുദ്ധനാണ്, വിശുദ്ധനാണ് എന്ന് അംഗീകരിക്കുകയാണ്. അപ്പോൾ ഏത് മതം എടുത്താലും ഈശ്വരന് പരിശുദ്ധൻ എന്ന ഒരു സങ്കല്പമാണ് ഏത് മതത്തിലുള്ളത്. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ അവർ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരുടെ കൈകാലുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നിസ്കരിക്കാനായിട്ട് പോകുന്നത്. കൈകാലുകളും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈശ്വരൻ ഒരു പരിശുദ്ധിയുടെ പ്രതീകമാണ് ഈശ്വരൻ. അത് ഏത് മതസ്ഥനായാലും നമ്മുടെ ദൈവത്തിന് ഏത് രൂപമായാലും പരിശുദ്ധിയുടെ പ്രതീകമാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആർത്തവ സമയത്ത് നമ്മൾ ഈശ്വര പൂജ ചെയ്യാമോ, അല്ലെ ഈശ്വരനെ പ്രാർത്ഥിക്കാമോ, അല്ലെ ക്ഷേത്രങ്ങളിൽ പോകാമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നമ്മൾ ആ ടൈമിൽ പോകാൻ പാടില്ല. കാരണം ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധി തന്നെയാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മലമൂത്ര വിസർജാദികൾ പറ്റിയ വസ്ത്രവും ധരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ആ വസ്ത്രങ്ങൾ മാറ്റി നമ്മൾ കുളിച്ച് ശുദ്ധിയായി വേറെ വസ്ത്രം ധരിച്ചേ പോവുകയുള്ളൂ ഇല്ലേ. കാരണം എന്താണ്? അത് നമ്മുടെ ശരീരത്തിൻ്റെ വിസർജ്യ പദാർത്ഥമാണ്, അശുദ്ധമായിട്ടുള്ള പദാർത്ഥമാണ് അല്ലേ. വിസർജ്യം എന്ന് പറയുന്ന അശുദ്ധമാണ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ നവദ്വാരങ്ങളിൽ കൂടി വരുന്ന എന്തും എല്ലാം ഏത് വിസർജ്യമായാലും അത് അശുദ്ധമാണ്. ഇപ്പം കണ്ണുനീര് അത് എന്താണ്? നേത്രമലമാണ്. ഇപ്പം മൂക്കിക്കൂടി ജലദോഷം വരും, ചെവിയിൽ അല്ലേ കർണമലം എന്ന് പറയും, ചെവിക്കായം, അതേപോലെ തൊണ്ടയിൽ കൂടി വരുന്ന കഫം, മലമൂത്രങ്ങൾ, ഇതെല്ലാം വിയർപ്പ്, ഇതെല്ലാം എന്താണ്? ശരീരത്തിൻ്റെ വിസർജ്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതൊന്നും ഈ ഒരു
ഇതൊക്കെ പറ്റിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടോ അല്ലെ ഇതൊക്കെ നമ്മുടെ കൈകളിൽ പറ്റിയ നമ്മൾ അന്നേരം പോയി പ്രാർത്ഥിക്കില്ല. നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്ന് അല്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഇതെല്ലാം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ ആർത്തവ രക്തവും എന്താണ്? അശുദ്ധമാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ശരീരം പുറത്തേക്ക് വിസർജിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഈ മലമൂത്രാദികൾ പോലെ തന്നെയുള്ളൊരു സംഭവമാണ് ആർത്തവ രക്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർത്തവ രക്തം അത് ആ ഒരു നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ ശരീരത്തിനകത്തെ കാര്യമല്ല, അത് പുറത്തേക്ക് വമിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അശുദ്ധമാണില്ലേ? അത് അപ്പോൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മലമൂത്ര വിസർജാദികൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞു, കുളിച്ച് കഴിയുമ്പോൾ പിന്നെ ഇല്ല ഇല്ലേ, നമുക്ക് അവിടെ സ്റ്റോപ്പാണ്. പക്ഷേ ആർത്തവം എന്ന് പറയുമ്പോൾ അതൊരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചിലർക്ക് അത് 5-6 ദിവസമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ ഒരു നമുക്ക് നിശ്ചിത സമയം അത് പോവും, പിന്നെ നമ്മൾ കുളിച്ച് വൃത്തിയാവുന്നു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോഴേ അത് പുറത്തേക്ക് വരികയുള്ളൂ എങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല, അൺകൺട്രോൾഡായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെന്താണ്? അത് വിസർജ്യമാണ്. അപ്പോൾ ആ വിസർജ്യം പറ്റിയ വസ്ത്രങ്ങളുമായിട്ടല്ലേ ആ വിസർജ്യം പുറമേക്ക് ആ വിസർജ്യം വന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷേത്രത്തിൽ പോകാനായിട്ട് പാടില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ ശരീരമാണ്. ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ദൈവത്തെ പരിശുദ്ധനായിട്ട് നമ്മൾ എത്രത്തോളം പരിശുദ്ധി കൽപ്പിച്ച് നമ്മൾ എത്രത്തോളം പരിശുദ്ധനായിട്ട് പൂജിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ദേവന് ചൈതന്യം കൂടും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. നോക്കൂ, അവിടെ എത്ര ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്ര ആൾക്കാരാണ് വരുന്നത് അല്ലേ, പലതരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ആരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാലും ആ ദേവൻ്റെ ചൈതന്യം കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? അവിടെ ആ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു പരിശുദ്ധി ആരും കൊണ്ടുവരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന, കാരണം നമുക്കറിയാം ഈ പുറത്തുനിന്ന് ഇന്നെന്ന് പറയുന്ന ഒരു സാധനവും മായമില്ലാത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈവൻ ഉണ്ടാക്കുന്ന ഈ നെയ്യാണെങ്കിലും പാലാണെങ്കിലും അല്ലേ, എല്ലാം മായമുള്ള സാധനങ്ങളാണ്. പുഷ്പങ്ങൾ അതിൽ പോലും കീടനാശിനികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം എല്ലാം മായമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടുത്തെ ഭഗവാന് ഗുരുവായൂരപ്പന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ അവർ ഉണ്ടാക്കുന്നതാണ്. ചന്ദനമാണെങ്കിലും അവർ അരച്ചെടുക്കും. തുളസി വനത്തിൽ നിന്നുള്ള തുളസിയില കൊണ്ടേ കണ്ണന് മാല ചാർത്തത്തുള്ളൂ. അവിടെ കണ്ണന് വേണ്ടി പാൽപ്പായസം ഉണ്ടാക്കാൻ പ്രത്യേകം പശുക്കളുണ്ട് അല്ലേ, ഗോശാലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും പരിശുദ്ധമായിട്ടാണ് അവിടെ ഭഗവാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ കണ്ണന് ചൈതന്യം വർദ്ധിച്ച് വരും. അപ്പം നമ്മൾ നമ്മുടെ ഭഗവാനെ ഓരോരുത്തർ പറയും അത് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് നടക്കാൻ ഒരുപാട് ദൂരമൊക്കെ നടക്കാൻ പാടില്ല, വിശ്രമം ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ പോയി. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർ വന്നിട്ട് ഓരോന്ന് അവരുടെ ഇഷ്ടത്തിനങ്ങ് പറയുകയാണ്. ഇത് ശരിക്കും തെറ്റാണ്. നമ്മൾ ആർത്തവ സമയത്ത് എന്താണ് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. അപ്പം അതിന് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എൻ്റെ 2 അനുഭവങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ അത് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയാണ്. അപ്പോൾ പൂജയ്ക്കായിട്ട് അച്ഛനും അന്ന് ആ ടൈമിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് പറ്റാത്ത മീൻസ് പീരിയഡ് ടൈം ആയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ക്ഷേത്രത്തിൽ പോയി. അവർ കുടുംബക്ഷേത്രത്തിൽ പോയി എൻ്റെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ ഈ സമയം അവർ രാത്രിയാവും എന്നുള്ളതുകൊണ്ട് എന്നെ സഹോദരിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. സഹോദരിയുടെ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അവർ തിരിച്ചു വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഞാനും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ. അങ്ങനെ നടക്കുന്നതിനിടയിൽ അമ്മ
ഓർക്കാതെയാണോ എന്തോ അമ്മ എൻ്റെ പേര് അർച്ചന കഴിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു പുഷ്പം, അപ്പോൾ ഈ അർച്ചനാ പുഷ്പം എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കാളി ദേവിയാണ്. അപ്പോൾ ആ ദേവിയുടെ വിഗ്രഹത്തിൽ അല്ലെ ആ ദേവിക്ക് ചാർത്തിയ അല്ലെ അർച്ചിച്ച പുഷ്പങ്ങളാണ് ഈ അർച്ചനയായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പുഷ്പങ്ങളിൽ ഒന്നെടുത്ത് എൻ്റെ ശിരസിലേക്ക് അമ്മ വെച്ചു. അങ്ങനെ ശിരസിൽ വെച്ചതും എനിക്ക് പെട്ടെന്ന് എൻ്റെ ദേഹമെല്ലാം കുഴഞ്ഞു വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഐഡിയ ഒന്നും ഉള്ളൊരു പ്രായമൊന്നുമല്ല അന്ന്. അപ്പോൾ എൻ്റെ ദേഹമെല്ലാം വല്ലാതെ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു വരുന്ന ശരീരമൊക്കെ. അപ്പോൾ അച്ഛനും അമ്മയും കൂടി രണ്ട് സൈഡിൽ നിന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ അവരെ പിടിച്ച് താങ്ങി ഞാനിങ്ങനെ പയ്യെ പക്ഷേ എനിക്ക് ഒട്ടും പറ്റണില്ല. അവസാനം എന്ത് ഫോഴ്സാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ പോയിട്ട് എൻ്റെ തലമുടിയിൽ നിന്ന് ഈ പുഷ്പം വലിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് ഒരൊറ്റ ഏറാണ് ഞാൻ എടുത്ത് കളഞ്ഞതും അത്ഭുതവക ആ ഒരു വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ദേഹത്തിൻ്റെ തളർച്ച മാറി. അപ്പം ഞാനന്ന് എനിക്കിതിനെക്കുറിച്ചൊന്നും ഇപ്പം ദൈവിക കാര്യങ്ങൾ, ഇത് ശുദ്ധിയുണ്ടോ അശുദ്ധിയുണ്ടോ ഇതൊന്നും ഞാൻ ചിന്തിക്കാത്ത ഒരു പ്രായമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഈ കാര്യങ്ങളിൽ ഒരു വിശ്വാസം വരികയാണ്. അതായത് ഈ പുഷ്പം എൻ്റെ തലയിൽ വെച്ചു, എനിക്ക് അശുദ്ധി ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കുഴച്ചിൽ വരേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ശരീരം തളർന്ന് പോകേണ്ട കാര്യമില്ല. പക്ഷേ ആ ദേവിക്ക് അത്രയും പരിശുദ്ധമായിട്ടുള്ള ആ ദേവിക്ക് ചാർത്തിയ ആ പുഷ്പം അശുദ്ധയായിട്ടിരിക്കുന്ന എൻ്റെ തലയിൽ ചാർത്തിയപ്പോഴത്തേന് എനിക്കത് ഞാൻ പോലും അറിയാതെ ഞാൻ ആ പൂവെടുത്ത് കളയുകയാണ് എൻ്റെ തലയിൽ നിന്നും. ഇതാണ് എനിക്കുണ്ടായ ഒരനുഭവം. പിന്നെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഒരു ഏജിൽ തന്നെയാണെന്ന് തോന്നുന്നു, കോളേജ് കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ഹാളിൽ വന്ന് കിടക്കും രാത്രിയിൽ. അമ്മയും ഞങ്ങളെ മക്കളും കൂടി ഹാളിൽ വന്ന് കിടന്ന് ഉറങ്ങാറുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പൂജാമുറി ഒന്നുമില്ല. അപ്പോൾ ഈ ഹാളിൻ്റെ ഒരറ്റത്താണ് ഈ വിളക്കൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരറ്റത്ത് വിളക്ക് കത്തിക്കും, ഞങ്ങൾ ഇങ്ങേ അറ്റത്തോട്ട് മാറി ഞങ്ങൾ കിടക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഒരു രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈ അങ്ങ് കഴച്ച് പൊട്ടുകയാണ്, ഭയങ്കരമായ കഴപ്പ്. അപ്പം എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. ഞാൻ അവസാനം കിടന്ന് കരയുന്ന കേട്ടിട്ട് അമ്മയും ഉണർന്ന് അമ്മ എഴുന്നേറ്റ് ലൈറ്റിട്ട് എൻ്റെ കൈയൊക്കെ തടവാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 2 പല്ലുകളുടെ അടയാളം. പെട്ടെന്ന് നമ്മളാകെ ഭയപ്പെട്ടു. കാരണം ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താ കടിച്ച് ആകെ ടെൻഷനായി. ഇനി വല്ല എഴുജന്തുക്കളുമാണോ? അവസാനം അമ്മ എല്ലാ മുറിയിലും ലൈറ്റിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ താഴെയൊന്നും ഈ തറയിലൊന്നും അങ്ങനെ വാരി വലിച്ച ഒരു സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അമ്മ എല്ലായിടവും ടോർച്ചടിച്ച് എല്ലാ മുറിയിലും ലൈറ്റടിച്ച് നോക്കിയെങ്കിൽ അവിടെ ഒന്നും ഒരു സംഭവവും ഇല്ല. പിന്നെ ഇതെന്താണ്? അമ്മ അവസാനം ദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അമ്മ പോയി അവസാനം വിളക്ക് കത്തിക്കുന്ന ഒരു പീഠം പോലൊരു സംഭവമുണ്ട്, അത് ഇങ്ങനെ മാറ്റിയിട്ട് നോക്കുമ്പോൾ അവിടെ ഇത്രയും നീളത്തിൽ, അതുവരെ അങ്ങനെ എണ്ണത്തെ കണ്ടിട്ടില്ല, ഒരു പാറുകാലി അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പാറുകാലിയാണ് കടിച്ചതെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. അമ്മ അപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൈവമേ എന്താണ് കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ചത്, ഒന്ന് കാണിച്ചു തരണേ എന്നൊക്കെ അമ്മ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ കാണിച്ചു തന്നു, ഒരു പാറുകാലിയാണ് എൻ്റെ കയ്യിൽ കടിച്ചത്. പക്ഷേ അത് നല്ല വലിയ മുറിവായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് അമ്മ പോയിട്ട് കുറച്ച് അന്നേരം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മഞ്ഞളൊക്കെ ചാലിച്ച് എൻ്റെ കയ്യിലൊക്കെ ഇട്ടു. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റല്ലോ നമ്മൾ. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേന് പീരിയഡ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്നെ അറിയിക്കണമല്ലോ. ഞങ്ങളെന്ന് പറയുന്നത് ആ ഹാള് പവിത്രമായിട്ട് കാണുന്നൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പീരിയഡ് ടൈമിൽ ആ വിളക്ക് കത്തിക്കുന്ന ആ ഹാളിൽ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ വശത്തുകൂടി ഇറങ്ങിയാണ് പോകുന്നത്, ഹാളിൽ കൂടി ഇറങ്ങത്തില്ല ഈ ടൈമിൽ മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ പവിത്രമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആയപ്പോൾ എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതും കൂടിയൊക്കെ ആയപ്പോൾ എനിക്ക് ഇത് ശരിക്കും ഇത് എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല.
അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ആർത്തവ സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ പൂജ വിളക്ക് കത്തിക്കുന്നിടത്ത് നമ്മൾ പോകരുത്. പിന്നെ അതേപോലെ നമ്മുടെ പൂജ ഈ വിശുദ്ധമായിട്ട് കാണുന്ന ഗ്രന്ഥങ്ങളോ അതേപോലെ തുളസി പോലെയുള്ള പുഷ്പങ്ങളോ ഇതൊന്നും നമ്മൾ സ്പർശിക്കാൻ പാടില്ല, നമ്മൾ അവിടെ പോകാനും പാടില്ല. പിന്നെ അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട, അല്ലാതെ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചൂടെ? എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കുക. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. അപ്പോൾ പാഞ്ചാലി രജസ്വലയായിരിക്കുന്ന സമയത്താണ്, അതായത് ഇങ്ങനെ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്താണ് പാഞ്ചാലിയെ ദുശാസനൻ കൗരവസഭയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പാഞ്ചാലി ഇതൊക്കെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ രജസ്വലയായിട്ടിരിക്കുകയാണ്, എന്നെ സഭയിലേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ ദുശാസനം വലിച്ചഴിച്ചു കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ പാഞ്ചാലി അവിടെ നിന്ന് കൃഷ്ണ എന്നൊന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ എന്തു ചെയ്യും? ഇങ്ങനെ വസ്ത്രം അല്ലേ, അനന്തമായിട്ട് ഇങ്ങനെ വസ്ത്രം കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം ദുശാസൻ്റെ കൈ തളർന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ രജസ്വലയായ പാഞ്ചാലിയാണ് വിളിച്ചത്, ഭഗവാൻ അവിടെ എത്തിയില്ലേ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് നമ്മുടെ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരിശുദ്ധി കൽപ്പിച്ച് കൊടുക്കണം. അത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. മാറിയിരുന്ന് നമുക്ക് മനസ്സുകൊണ്ട് എപ്പോൾ വേണേലും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൂടി. അതിപ്പം വിളക്കിൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ലല്ലോ. വിളക്കിൻ്റെ മുമ്പിൽ പോയിരുന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. എവിടെ ഇരുന്ന് വിളിച്ചാലും ഈശ്വരൻ വിളി കേൾക്കും. പിന്നൊരു സംശയമാണ്, ഈ സമയത്ത് മന്ത്രാദികൾ ഒക്കെ ചെയ്യാമെന്ന്. കഴിവതും നമ്മൾ മന്ത്രങ്ങൾ ജപിക്കേണ്ട. കാരണമെന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും യൂട്യൂബിൽ നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ഈ മന്ത്രം ജപിക്കൂ, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ലഭിക്കും, ഈ മന്ത്രം ജപിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഇടുന്നുണ്ട് ആളുകൾ. പക്ഷേ ഈ മന്ത്രങ്ങളൊക്കെ ഈ മന്ത്രമെന്ന് പറയുന്നത് ഒരു ഗുരുവിൽ നിന്ന്, അതിപ്പോൾ ഏത് ദേവൻ്റെ ആയാലും ദേവിയുടെ ആയാലും മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവിൽ നിന്ന് അത് കേട്ടിട്ട്, നമ്മളൊരു മന്ത്രം ചുമ്മാ അങ്ങ് ഉച്ചരിക്കുന്നതല്ല മന്ത്രം. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ആ മന്ത്രം ജപിക്കണമെങ്കിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ ആരെങ്കിലും പറയുന്നത് നമ്മൾ നിത്യേന ജപിക്കാൻ പോകാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ആർത്തവ സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങളൊക്കെ ജപിക്കാം. ഇപ്പം അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണേന മുണ്ണി, ഇങ്ങനെയുള്ള പാട്ടൊക്കെ നമുക്ക് പാടാം കണ്ണൻ്റെ, ഇല്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മന്ത്രങ്ങൾ ഇങ്ങനെ ഓം ചേർത്ത് വരുന്ന അങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും, ഓം ചേർത്ത് വരുന്നതല്ല മന്ത്രങ്ങൾ. കാരണം അതെന്ന് പറയുന്ന മന്ത്രമെന്ന് പറയുന്നത് ഏറ്റവും ദേഹശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി ജപിക്കേണ്ടതാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജപിക്കാതിരിക്കുക. ഈശ്വരനെ ഭജിക്കേണ്ടെന്നല്ല പറയുന്നത്. ആർത്തവ സമയത്ത് നമുക്ക് ഈശ്വരനെയൊക്കെ ഭജിക്കാം, പക്ഷെ മന്ത്രങ്ങൾ ജപിക്കേണ്ട, പൂജാമുറിയിലേക്ക് പോകണ്ട, ക്ഷേത്രങ്ങളിലും പോകണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇതെല്ലാം ഭഗവാൻ അറിയാവുന്ന കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭഗവാൻ അത്രത്തോളം പരിശുദ്ധി, നമ്മൾ മലമൂത്ര വിസർജാദികൾ പറ്റിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? അത് അശുദ്ധമായ കാര്യമാണ്. അത്ര തന്നെയുള്ളൂ ആർത്തവത്തിന്. അല്ലാതെ അതിന് അമിതമായിട്ടുള്ള യാതൊരു പ്രാധാന്യവും അതിലില്ല. അതൊരു വിസർജ്യമാണ്. ആ വിസർജ്യം പറ്റിയ വസ്ത്രങ്ങളുമായിട്ട് നമ്മൾ പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർത്തവത്തിൻ്റെ പേരിൽ സ്ത്രീക്ക് അശുദ്ധി കൽപ്പിക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർക്കിടയിൽ അവർക്ക് ഒരശുദ്ധിയും കൽപ്പിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി മനുഷ്യർക്കിടയിൽ അവൾക്ക് യാതൊരു, ഇപ്പം അതൊക്കെ പല വീടുകളിലും ഇങ്ങനെ അനാചാരങ്ങളുണ്ട് ഇല്ലേ? ഈ പിന്നെ ആർത്തവ അല്ലെ പീരിയഡ് ടൈമിൽ ഒരാൾ ഉപയോഗിച്ച പാത്രം ഗ്ലാസ്സും ഒന്നും പിന്നെ വേറെ ആരും ഉപയോഗിക്കത്തില്ല. അല്ലെങ്കിൽ പീരിയഡ് ടൈമിൽ ഉപയോഗിക്കാനായിട്ട് ഒരു പാത്രവും ഗ്ലാസ്സും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ ഹ്യൂമൻ ബീയിങ്സിനിടയിൽ, അതായത് മനുഷ്യർക്കിടയിൽ അവർക്കൊരു അശുദ്ധി കൽപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സ്ത്രീക്ക് ആർത്തവ സമയത്ത് അശുദ്ധി കൽപ്പിക്കേണ്ടത്. പിന്നെ ഈ ആർത്തവ സമയത്ത് അടുക്കളയിൽ മാറിയിരിക്കുക, ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പണ്ട്
പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് റെസ്റ്റ് നൽകണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ ശരി തന്നെ. അത് ഒരു പരിധിവരെ ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ. അത് മാറ്റി നിർത്തുന്നത് അശുദ്ധി എന്നുള്ള പേരിലല്ല. കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആർത്തവ ടൈമിൽ ഒരു സ്ത്രീ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമായിരിക്കും. അമിതമായിട്ട് ദേഷ്യം വരും, പിന്നെ അതുപോലെ നടുവേദന, പിന്നെ തലവേദന, വയറുവേദന, ചിലർക്ക് കൈകാല് കഴപ്പ്, വൊമിറ്റിംഗ് ടെൻഡൻസി, ഇങ്ങനെ ഓരോ അസിഡിറ്റി പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരും. ചിലർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് അവർക്കൊരു റെസ്റ്റ് അല്ലേ, അപ്പോൾ അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടെയുള്ളവർ. പക്ഷേ ഇപ്പോൾ എവിടെയാണ് റെസ്റ്റ് കിട്ടുക? ഇപ്പം അണുകുടുംബങ്ങളാകുമ്പം ഈ സ്ത്രീ തന്നെ കിടന്ന് അടുക്കളയിൽ ജോലി ചെയ്യും, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെ മാറിയിരിക്കാം അല്ലേ. ഇപ്പോൾ അണുകുടുംബം ആകുമ്പോൾ അങ്ങനെ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല, ഈ സ്ത്രീ തന്നെ. അപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു ടൈമിൽ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ റെസ്റ്റ് എടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ടൈമിൽ ഞാൻ അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല, കടയിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങി. ഇന്നിപ്പോൾ അങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ട് കടയിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് 1-2 ദിവസത്തേക്ക് വാങ്ങിക്കും. കാരണം എനിക്ക് റെസ്റ്റാണ് ഇഷ്ടം, ഇങ്ങനെ കിടക്കുക അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി. ചിലർക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ, പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകൾ, അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. ജോലി ചെയ്ത് തന്നെ പറ്റുള്ളൂ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് ലേഡീസിന് റെസ്റ്റ് കൊടുത്തിട്ട് ആ ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാതെ അവൾ പാത്രത്തിൽ കഴിച്ചെന്നും പറഞ്ഞോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പം മനുഷ്യർക്കിടയിൽ സ്ത്രീയെ അങ്ങനെ ആർത്തവത്തിൻ്റെ പേര് മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യമില്ല, അതിലൊരു അശുദ്ധിയില്ല. ഇപ്പം എല്ലാവരും ടോയ്ലറ്റിൽ പോയിട്ട് കൈകൾ സോപ്പിട്ട് കഴിയുമ്പോൾ കൈകൾ വൃത്തിയാവുന്നു എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. ഇത് കുളിച്ച് ശുദ്ധിയായി കഴിയുമ്പോൾ അതവിടെ തീരും, അത്രയേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ ആ ടൈമിൽ ഇങ്ങനെ അവളെ ആരും തൊട്ടുകൂടാ അല്ലേ, പിന്നെ ഇങ്ങനെ പാത്രങ്ങൾ ഉപയോഗിച്ചുകൂടാ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ കൂടുതൽ, ഇപ്പോൾ നമ്മളതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൂജാരിമാരൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഈ അടുക്കളയിൽ കയറില്ല. കാരണം ഈ പൂജാരി ദേവനെ പൂജിക്കേണ്ട ആളാണ്. അപ്പോൾ അയാൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും എല്ലാം ശുദ്ധനായിരിക്കണം. അതുകൊണ്ട് അവിടെ ഈ രീതിയൊക്കെ നോക്കുന്ന, അതായത് ദേവനുമായി ബന്ധപ്പെട്ട്, ദേവൻ അല്ലെങ്കിൽ ദേവി, നമ്മുടെ ദൈവീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഈ അശുദ്ധി നോക്കിയാൽ മതി. അല്ലാതെ മനുഷ്യർക്കിടയിൽ സ്ത്രീകൾക്ക് ഇതിൻ്റെ പേരിൽ ഒരു അശുദ്ധി കൽപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, കാരണം വേറെയും കുറേ അനുഭവങ്ങൾ, അത് പറയാനിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ സഹപ്രവർത്തകർക്കുണ്ടായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദൈവീയ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുകയും നമ്മുടെ ദൈവത്തിന് അത്രമാത്രം പരിശുദ്ധി കൽപ്പിക്കുകയും നമ്മുടെ ദൈവത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നതിന് നമുക്ക് അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും ഒക്കെ നമ്മളെന്താണ് ഈ അത് അശുദ്ധിയായിട്ട് തന്നെ എടുക്കും. പിന്നെ ഇപ്പോൾ ഒരുപാട് യുക്തിവാദികളുണ്ട്, കാരണം കലികാലമല്ലേ, നമുക്ക് ആരെയും പറഞ്ഞ് തിരുത്താനൊന്നും പറ്റത്തില്ല. യുക്തിവാദികളായിട്ടുള്ള പെൺകുട്ടികളുണ്ടാകും, അവരൊക്കെ വന്നിട്ട് പല പല കാര്യങ്ങളും പറയും, എതിർക്കും, അവരിങ്ങനെ ചെയ്യും. അതിനെയൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല, കാരണം ഇത് കലികാലമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈശ്വരവിശ്വാസികളാണെങ്കിൽ നമ്മൾ അന്ധമായിട്ടൊന്നും വിശ്വസിക്കേണ്ട, പക്ഷേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധൻ. അത് ഏത് മതത്തിൽ വേണേലും നിങ്ങൾ പോയി നോക്കിക്കോ, ഏത് മതത്തിൻ്റെ ദൈവത്തിനും അവരൊരു പരിശുദ്ധി കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധി അതേപോലെ നിലനിർത്താനായിട്ട്, പരിശുദ്ധനായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ ആ ഒരു ശുദ്ധി, അതേപോലെ അദ്ദേഹത്തിൻ്റെ ചൈതന്യം അതേപോലെ നിലനിർത്താനായിട്ട് നമ്മളിതൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ പിന്നെ ഈ വ്രതങ്ങൾ എടുക്കുന്നതിനെ പറ്റി പലരും സംശയം ചോദിക്കാറുണ്ട്. വ്രതങ്ങൾ ഈ നമ്മൾ ഈ ആർത്തവ സമയത്ത് വ്രതങ്ങളും കഴിവതും എടുക്കാതെ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ, വ്രതമെന്ന് പറയുമ്പോൾ ഉപവാസം അനുഷ്ഠിക്കേണ്ട
ഈ ഉപവാസം എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ പീരിയഡ് ടൈമിൽ പിന്നെ കോൺസെൻട്രേഷൻ നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ട ഒരു ടൈമിലാണ് നമുക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉള്ളപ്പം നമുക്ക് എങ്ങനെയാണ് ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അവിടെ വേദന ഇവിടെ അതൊക്കെ ചിന്തിച്ചിരിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഭഗവാനിൽ ഫുള്ളി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലർക്ക് ഈ വെള്ളമില്ലാതെയും ഭക്ഷണമില്ലാതെയൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു ടൈമിലാവുമ്പോൾ, കാരണം ബ്ലീഡിങ് ടൈമിലൊക്കെ ആകുമ്പോൾ നഷ്ടം ഉണ്ടാകുമ്പോൾ അനീമിക്കൊക്കെ ആവും ചിലർ. അപ്പോൾ അത് തലചുറ്റൽ, തലവേദന പോലെ ശാരീരിക അസ്വസ്ഥതകൾ ചിലപ്പം കൂട്ടാൻ കപ്പാസിറ്റി ഉള്ളവർ കാണും. അവർക്ക് വ്രതം എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ പൂജാതി കർമ്മങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക, പൂജാമുറിയിൽ പോകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല. അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി പോലെ ഇരിക്കും. എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നമുക്കല്ലാതെ സമയമുണ്ടല്ലോ. ഇനി ഇൻകേസ് നമ്മൾ വ്രതം എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളോട് കോപിക്കുകയൊന്നുമില്ല. നമുക്ക് ഒക്കുന്ന ടൈമിൽ നമ്മൾ വ്രതം എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന ടൈമിൽ നമ്മൾ വ്രതം എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ആർത്തവ അശുദ്ധി എന്ന് പറയുന്ന വിഷയത്തിൽ, അതായത് ദൈവിക കാര്യങ്ങളിൽ മാത്രമാണ് ഈ അശുദ്ധി. അല്ലാതെ മനുഷ്യർക്കിടയിൽ ആർത്തവത്തിൻ്റെ പേര് സ്ത്രീക്ക് ഒരു അശുദ്ധിയും കൽപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ ദൈവിക കാര്യങ്ങളിൽ ഈ സമയത്ത് പിന്നെ അശുദ്ധി എന്നുള്ള രീതിയിൽ തന്നെ മാറി നിൽക്കും. അല്ലാത്തപ്പോൾ എന്നാൽ മനുഷ്യർക്കിടയിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടോ എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ സഹോദരിയോടോ ഒക്കെ പെരുമാറുന്ന ടൈമിൽ അങ്ങനെയൊരു വേർകൃത്യങ്ങളോ കാര്യങ്ങളോ അവരാരും എന്നോട് കാണിച്ചിട്ടുമില്ല. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞതിന് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ ഇതിൻ്റെ താഴെ ആൾക്കാർ ഇങ്ങനല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നും വിശ്വസിക്കാം. ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വസിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതാണ് എൻ്റെ ശരി, ഇതാണ് ഞാൻ എൻ്റെ ശരി പറഞ്ഞു. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.